ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ആനന്ദ നിലയമാണ്. ഐശ്വര്യ അരുണിനോട് പറയുകയാണ്, അരുണിന്റെ ജീവന്റെ തുടിപ്പ് എൻ്റെ വയറിലുണ്ട്. ഞാൻ പ്രഗ്നന്റ് ആണ്. നമ്മുടെ പൊന്നോമന വരാൻ പോകുന്നു. ഇത് കേൾക്കുന്ന അരുൺ ഞെട്ടലോടെ ഐശ്വര്യയെ നോക്കുകയാണ്. അരുണിനെ പോലെ ഒരു ആൺകുഞ്ഞ് വേണമെന്ന എൻ്റെ ആഗ്രഹം. ഇത് കേൾക്കുന്ന അരുൺ എന്തോ ചോദിക്കാനൊരുങ്ങുമ്പോൾ ഐശ്വര്യ പറയുകയാണ്, ഇത്ര പെട്ടെന്ന് പ്രതീക്ഷിച്ചില്ലല്ലേ? ഐശ്വര്യ, നീ പ്രഗ്നന്റ് ആണെന്ന് ആരാ പറഞ്ഞത്? അത് അരുൺ കുറച്ചു ദിവസമായി വല്ലാത്ത മനംപുരട്ടൽ കൂടാതെ ഛർദിലും ഉണ്ടായിരുന്നു. അമ്മയും അമൃതേട്ടത്തിയും അപ്പോഴേ പറഞ്ഞു. പക്ഷേ ഞാനത് കാര്യമാക്കിയില്ല. അതുകൊണ്ടാ അരുണിനോട് പറയാഞ്ഞത്. പിന്നെ സംശയം തീർക്കാലോ എന്ന് കരുതി ഞാൻ ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പ് ചെയ്തു. അപ്പോഴാണ് ഈ സന്തോഷ വാർത്ത ഞാൻ അറിഞ്ഞത്. സ്കാനിംഗ് റിപ്പോർട്ട് കണ്ടപ്പോൾ അമൃതേട്ടത്തിക്കും അമ്മയ്ക്കും ഒക്കെ വലിയ സന്തോഷമായി. അരുണിനോട് ഈ കാര്യം ഞാൻ തന്നെ നേരിട്ട് പറഞ്ഞോളാമെന്ന് പറഞ്ഞു. അതുകൊണ്ടാ അവരാരും ഒന്നും പറയാതിരുന്നത്. നമ്മുടെ രണ്ടാളിനെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമല്ലേ ഇത്? അപ്പോ അച്ഛനാകാൻ പോകുന്ന ആളിനോട് എനിക്ക് തന്നെ പറയണമെന്ന് എനിക്ക് തോന്നി. ഇത് കേട്ടപ്പോ അരുണിന് സന്തോഷമായില്ലേ എന്ന് ഐശ്വര്യ ചോദിക്കുമ്പോ സന്തോഷമായെന്ന് അരുൺ പറയുന്നു. ഞാനിത് പറയുമ്പോ അരുൺ എന്നെ ചേർത്ത് പിടിച്ച് ഒരു മുത്തം തരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. ഇതൊക്കെ കേട്ട് ആകെ ഞെട്ടലോടെ നിൽക്കുകയാണ് അരുൺ. ഞാനിപ്പോ വരാമെന്ന് പറഞ്ഞ് അരുൺ പുറത്തേക്ക് പോകുമ്പോ ഐശ്വര്യ പറയുകയാണ്, ഈ ഇല്ല ഗർഭം വെച്ച് ഞാൻ അരുണിനെ വട്ടം കറക്കാൻ പോകുന്നതേ ഉള്ളൂ. ഞാൻ അങ്ങനെയൊന്നും നിങ്ങളെ വിടാനേ പോകുന്നില്ല. പിന്നീട് കാണിക്കുന്നത് അരുൺ വക്കീലിനെ വിളിക്കുന്നതാണ്. സോറി സാർ, രാത്രിയിൽ വിളിച്ച് ബുദ്ധിമുട്ടിച്ചതിന്. അതൊന്നും കുഴപ്പമില്ല അരുൺ, ഇത് ഞങ്ങളുടെ ജോലിയുടെ ഭാഗമല്ലേ. എന്തു പറ്റി? ഡിവോഴ്സ് നോട്ടീസ് കൊടുത്തപ്പോൾ ഐശ്വര്യയുടെ പ്രതികരണം എന്തായിരുന്നു? അത് സാർ, ഞാൻ ഐശ്വര്യയ്ക്ക് ഡിവോഴ്സ് നോട്ടീസ് കൊടുക്കാനിരുന്നതാ. അപ്പോഴാ അറിയുന്നത് ഐശ്വര്യ പ്രഗ്നന്റ് ആണെന്ന്. ടെസ്റ്റ് റിപ്പോർട്ട് എല്ലാം ഉണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ലെന്നും അരുൺ പറയുന്നു. അയ്യോ അരുണേ, അങ്ങനെയാണെങ്കിൽ ആകെ പ്രശ്നമാണല്ലോ. ഭാര്യ പ്രഗ്നന്റ് ആണെങ്കിൽ ഈ സമയത്ത് ഡിവോഴ്സ് കിട്ടില്ല. ഇനിയിപ്പോ എന്താ ചെയ്യുക എന്ന് അരുൺ ചോദിക്കുമ്പോൾ വക്കീല് പറയുകയാണ്, ഡിവോഴ്സ് പെറ്റീഷനായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അരുണിന് എന്താണെങ്കിലും ഡിവോഴ്സ് കിട്ടില്ല. പിന്നെ ഐശ്വര്യ ഒരു ചീറ്റിംഗ് കേസ് കൊടുത്താലേ അരുൺ അകത്താകുകയും ചെയ്യും. അല്ലെങ്കിൽ ഐശ്വര്യ സ്വമേധയാ ഡിവോഴ്സിന് സമ്മതിക്കണം. അതെന്താണെങ്കിലും നടക്കുന്ന കാര്യമല്ലല്ലോ. എങ്ങനെയെങ്കിലും ഐശ്വര്യയായിട്ട് ഒന്നിച്ച് ജീവിക്കാൻ നോക്കെന്ന് വക്കീല് പറയുമ്പോൾ അരുൺ ദേഷ്യത്തോടെ കോള് കട്ട് ചെയ്യുകയാണ്. തുടർന്ന് അരുൺ മുറിയിലേക്ക് വന്ന് ആ ഡിവോഴ്സ് നോട്ടീസ് തന്റെ കയ്യിലെടുത്ത് പിടിക്കുന്നു. എന്റെ പ്ലാൻ ഏറ്റെന്നാ തോന്നുന്നതെന്ന് ഐശ്വര്യ മറഞ്ഞു നിന്ന് നോക്കിക്കൊണ്ട് പറയുകയാണ്. തുടർന്ന് അരുൺ ആ ഡിവോഴ്സ് നോട്ടീസ് നാലായി കീറുകയാണ്. ഇത് കാണുന്ന ഐശ്വര്യ സന്തോഷത്തോടെ പറയുകയാണ്, എന്നോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും. തുടർന്ന് അരുൺ മുറിയുടെ പുറത്തേക്ക് പോകുമ്പോൾ ഐശ്വര്യ മുറിയിലേക്ക് കയറിയിട്ട് മായയെ വിളിക്കുന്നു. ഐശ്വര്യ, എന്തായി? ആർക്കും സംശയമൊന്നുമില്ലല്ലോ അല്ലേ? സംശയമെന്നല്ല, എന്റെ അഭിനയത്തിലെ ഇവിടെ എല്ലാവരും ഫ്ലാറ്റ് ആയിട്ടുണ്ട്. മായ പറഞ്ഞത് ശരിയാ. ഞാൻ പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞപ്പോഴേ ഇവിടുത്തെ വസുന്ധരാമയുടെ മുഖത്തെ സന്തോഷമൊന്ന് കാണണമായിരുന്നു. എന്നോടുള്ള ദേഷ്യമെല്ലാം മറന്നതുപോലെ. ഇത് കേൾക്കുന്ന മായ പറയുകയാണ്, ഈ പ്രഗ്നൻസി ന്യൂസിൽ അവിടെ എല്ലാവരും വീഴുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. മായേ, അരുണിന്റെ കാര്യമാ അതിനേക്കാൾ കഷ്ടം. ആദ്യമായി ഗർഭം ഭർത്താവിനോട് പറയുന്ന ഒരു പെണ്ണിന്റെ ഭാവനയിലാ ഞാൻ അങ്ങോട്ടേക്ക് ചെന്നത്. ഞാൻ പ്രഗ്നന്റ് ആണെന്നും അരുൺ ഒരു കുഞ്ഞിന്റെ അച്ഛനാകാൻ പോകുന്നെന്നും പറഞ്ഞപ്പോഴുള്ള അരുണിന്റെ ഭാവമുണ്ടല്ലോ, അതൊന്ന് കാണേണ്ടതായിരുന്നു. വിളറി വെളുത്ത് ആകെ ഞെട്ടിത്തകർന്ന് അതൊന്ന് കാണേണ്ടതായിരുന്നെന്ന് ഐശ്വര്യ പറയുമ്പോൾ മായ പറയുകയാണ്, അത് തന്നെ വേണം. സ്വന്തം ഭാര്യയെ വിട്ടിട്ട് മറ്റൊരുത്തിയുടെ പുറകെയല്ലായിരുന്നോ അവൻ നടന്നുകൊണ്ടിരുന്നത്? മായെ, മറ്റൊരു കാര്യം കൂടി. ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോൾ തന്നെ പുറത്തേക്കിറങ്ങി ആ അഡ്വക്കേറ്റിനെ വിളിക്കുന്നുണ്ടായിരുന്നു. പ്രഗ്നൻസിയുടെ പ്രശ്നത്തില് ആ വക്കീലും കൈ ഒഴിഞ്ഞെന്നാ എനിക്ക് തോന്നുന്നത്. അത് കഴിഞ്ഞ് അരുൺ ആ ഡിവോഴ്സ് നോട്ടീസേ കീറി എറിയുന്നതാ ഞാൻ കണ്ടത്. ഇപ്പോഴാ എനിക്ക് സന്തോഷമായത്. നന്ദിയുണ്ട് മായെ, പറഞ്ഞു തന്ന ഐഡിയയ്ക്ക്. ഐശ്വര്യ, ഇനി വേണം ഐശ്വര്യ കൂടുതൽ ശ്രദ്ധിക്കാൻ. ഇനി എല്ലാവരും ഐശ്വര്യ എപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കും. ഇതെങ്ങാനും കള്ളഗർഭമാണെന്ന് എല്ലാവരും അറിഞ്ഞാലേ ആ നിമിഷം ഐശ്വര്യ ആനന്ദ നിലയത്തിന്റെ പുറത്തായിരിക്കും. ശരി മായെ, ഞാൻ പിന്നെ വിളിക്കാം. അരുണിപ്പോ മുറിയിലേക്ക് വരും. ശരി ഐശ്വര്യ. ഐശ്വര്യയ്ക്ക് എന്തിനും ഏതിനും ഈ മായ ഒപ്പമുണ്ടാകുമെന്നും മായ പറയുന്നു. തുടർന്ന് കോള് കട്ട് ചെയ്തിട്ട് മായ മനസ്സിൽ പറയുകയാണ്, എന്റെ മോളുടെ കത്തിക്കരിഞ്ഞ മുഖം അതിപ്പോഴും എന്റെ മനസ്സിലുണ്ട്. അരുണേ, ഒരു ഭാര്യയെന്നല്ല 2 ഭാര്യമാരോടൊപ്പം ജീവിക്കാനും നിന്നെ ഞാൻ അനുവദിക്കില്ല. ഇത് കാണിക്കുന്നത് അഖിലിനെയും ശ്യാമയുമാണ്. ശ്യാമ പറയുകയാണ്, എനിക്കിപ്പോഴാ സന്തോഷമായത്. കുഞ്ഞെ വേണ്ടെന്ന് പറഞ്ഞ് നടന്ന ആളല്ലേ ഐശ്വര്യേട്ടത്തി. ഇത് കേൾക്കുന്ന അഖില് പറയുകയാണ്, എനിക്കിപ്പോ സന്തോഷത്തിലേക്കാൾ ഏറെ സമാധാനമാ തോന്നുന്നത്. ഇനി എന്താണെങ്കിലും ഏട്ടത്തി ശ്യാമയെ ദ്രോഹിക്കാൻ ശ്രമിക്കില്ലല്ലോ. അത് ശരിയാ. ഇനി ഏട്ടത്തിക്ക് കുഞ്ഞിന്റെ വിചാരം മാത്രമേ ഉണ്ടാകൂ. അപ്പൊ പിന്നെ ആരെയും ദ്രോഹിക്കാൻ സമയം കിട്ടില്ലല്ലോ. എന്റെ മനസ്സിൽ കണ്ടില്ലേ, ഇപ്പോ
കമ്പനി കാര്യങ്ങളോ പാട്ടോ ഒന്നുമില്ല. നമ്മുടെ കുഞ്ഞിന്റെ കാര്യം മാത്രമാ ഇപ്പൊ എന്റെ മനസ്സിൽ സദാസമയവും. അതുപോലെ തന്നെ ആയിരിക്കും ഏട്ടത്തിയുടെ കാര്യവും. തുടർന്ന് അഖിലും ശ്യാമയും സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് അശ്വതിയുടെ വീടാണ്. ശ്രീകുട്ടി പുറത്ത് ബോൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോ അശ്വതിയുടെ അമ്മ അങ്ങോട്ടേക്ക് വരികയാണ്. മുത്തശ്ശിയെ കാണുന്ന ശ്രീകുട്ടിക്ക് വളരെ സന്തോഷമാവുകയാണ്. അമ്മയെ കാണുന്ന അശ്വതിക്കും സന്തോഷമാകുന്നു. അമ്മേ, യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് അശ്വതി ചോദിക്കുമ്പോ അത്രയൊക്കെ നിർത്തി വരേണ്ടി വന്നു എന്ന് അശ്വതിയുടെ അമ്മ പറയുന്നു. എന്താ അമ്മേ, എന്തു പറ്റിയെന്ന് ചോദിക്കുമ്പോ അകത്തേക്ക് കയറ്, ഞാൻ സംസാരിക്കാമെന്ന് അശ്വതിയുടെ അമ്മ പറയുകയാണ്. തുടർന്ന് ശ്രീകുട്ടിയെ പറഞ്ഞ് അകത്തേക്ക് വിടുകയാണ് അശ്വതിയുടെ അമ്മ. മോള് നിന്നതുകൊണ്ടാ ഞാൻ കൂടുതലായിട്ടൊന്നും പറയാഞ്ഞത്. സത്യം പറ, ഇവിടെ എന്താ നടന്നത്? എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയണം. അതേസമയം അവരുടെ അയൽവാസികൾ അങ്ങോട്ടേക്ക് വന്ന് പറയുകയാണ്, അശ്വതിക്ക് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞങ്ങൾ പറയാം. ഉള്ള സത്യം പറയാലോ വനചേച്ചി, നിങ്ങളുടെ മോളുടെ ജീവിതമേ അത്ര ശരിയായ വഴിക്കൊന്നുമല്ല പോകുന്നത്. രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ആളുകള് മാറി മാറി വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഇവിടെ. ഇത് കേൾക്കുന്ന വനജ ഞെട്ടലോടെ നിൽക്കുമ്പോ ആകെ തകർന്നു നിൽക്കുകയാണ് അശ്വതി. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.